രക്ഷപ്പെട്ടു. ഇപ്പഴാ ഡബ് ചെയ്ത് കിട്ടിയത്. ദൈവമേ, ചൈന സാധനം. ഡബ് ചെയ്ത് വെച്ചതെല്ലാം കേട്ടാ മതിയായിരുന്നു. അവിടെ ഇരിക്കെ. സമയമായി വരുന്നല്ലേ ഉള്ളൂ. എന്റെ റിഹേഴ്സൽ പോലും കഴിഞ്ഞില്ല. ഡബിങ് എല്ലാം കറക്റ്റ് ആയിരിക്കണമേ. അവിടെ ഇരിക്കെ. കുട്ടി കടന്നു വരൂ. അമ്മേ, തെക്കേലെ സരോജനമ്മയ്ക്ക് ഭയങ്കര വിറയല്. ആശുപത്രി കൊണ്ടുപോകണം. നീ ഒന്ന് ചെന്നിട്ട് വാ. ആശുപത്രി കൊണ്ടുപോകാൻ തെക്കേലെ സരോജിനിയമ്മേ? ഈ പാതിരാത്രിയിൽ ആ കളവി അവിടെ കടന്ന് വിറച്ച് ചാകട്ടെ. എന്റെ കല്യാണം നടക്കാതിരിക്കാൻ വെടിവഴിപാട് നടന്ന കക്ഷിയാ. അവര് വിറച്ച് ചത്തില്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലും ഞാൻ. അമ്മ ഇറങ്ങിക്കെ. ഈ സമയത്ത് തന്നെ കുട്ടി ഇരിക്കൂ. അതാരുമല്ല, ഒന്ന് പോയേ. ആ പാലിങ്ങി തരൂ. പാല് ചോദിച്ചോ? അല്ല, തൈര്. ഒന്നിറങ്ങിക്കെ. ഇനി ഇവിടെ നിന്നാൽ വേറെ പലതും കേൾക്കും. 7 മണിക്ക് ഡെയിലി ഉറങ്ങുന്നവർക്ക് ഇന്ന് ഉറക്കവും ഇല്ല. ബാക്കി കുട്ടി കഴിച്ചോളൂ. കുറച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞേനെ. റീവെന്റ് ചെയ്ത് അങ്ങനെ കിടന്നോട്ടെ. ഈശ്വര, ഈ പാതിരാത്രിയിൽ ആ കളവി മരിക്കരുതേ. ദൈവമേ, ഈ വരുന്നത് ഗൗരി തന്നെ ആയിരിക്കണമേ. ധൃതി വെക്കല്ലേ, ഒന്ന് ഓൺ ചെയ്തോട്ട്. അയ്യോ ഭാഗ്യം. അയ്യോ, ടേപ്പ് വർക്ക് ചെയ്യുന്നില്ല. ചൈന ടേപ്പ് പറ്റിക്കൂ. കുട്ടി കടന്നു വരൂ. കുട്ടി ഇരിക്കൂ. ആ പാലിങ്ങി തരൂ. ബാക്കി കുട്ടി കഴിച്ചോളൂ. പാൽ ഗ്ലാസ് പൊട്ടി. കള്ളി, ഒരു തുള്ളി പോലും ബാക്കി വെച്ചില്ല അല്ലേ? എന്റെ അല്ല, ഞാൻ ഡബ്ബി. ഇതുപോലെ എന്നും ഓരോ ഗ്ലാസ് പാൽ എനിക്ക് തരണം. ആ ഗ്ലാസ് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇരിക്കൂ. കുട്ടി ഇരിക്കുന്നത് കണ്ടാൽ സിനിമാ നടി നളിനി എന്നേ പറയൂ. ഞാൻ ജസ്റ്റ് കുപ്പിച്ചില്ല. നമ്മുടെ ജീവിതത്തിലെ ആദ്യ രാത്രി എന്റെ ശബ്ദം ഒരു വില്ലനാവൂന്ന് തോന്നിയപ്പോ ചെയ്തു പോയതാ ഡബ്ബിങ്. എന്റെ ഒരു മനസ്സംതൃപ്തിക്ക്. മൂന്നാല് വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന റൂമാ. തൂത്ത് വാരാൻ പോലും തുറക്കാറില്ല. മോൻ നിർബന്ധിച്ചോണ്ട് മാത്ര. ഗൗരിക്കുഞ്ഞറിഞ്ഞാ വെച്ചേക്കില്ലെന്നെ. അതെന്താ അത്ര വലിയ രഹസ്യം? മോനൊന്ന് കണ്ടു വെക്ക്. ഗൗരിക്കുഞ്ഞിന്റെ പാട്ടുമുറിയാ. കണ്ടോ? കുഞ്ഞുനാള് മുതൽ കോളേജ് വരെ ഗൗരിക്കുഞ്ഞ് പാട്ടുപാടി സമ്മാനം വാങ്ങിയതിന്റെ ഫോട്ടോകളാ ഈ കാണുന്നതൊക്കെ. അസല് പാട്ടുകാരിയായിരുന്നു. പാട്ടോ? എങ്ങനെ പാടും? സംസാരിക്കാൻ പറ്റാതെ? കോളേജ് പഠിക്കുന്നവരെ സംസാരിക്കാമായിരുന്നല്ലോ. അവിടെ വെച്ചല്ലേ ശബ്ദം പോയത്. അന്ന് അടച്ചു പൂട്ടിയതാ ഈ മുറി. പഴയ ഓർമ്മകൾ കുഴിച്ചു മൂടിയ ശവപ്പറമ്പാന്നാ കുഞ്ഞ് പറയണത്. അപ്പോ ജന്മന ഊമയല്ലായിരുന്നു? അല്ല. അപ്പൊ കുഞ്ഞിനോട് ഇതുവരെ ആരും ഒന്നും പറഞ്ഞില്ലേ? ഞാൻ മാപ്പ് ചോദിക്കുന്നു. എല്ലാം ബ്രോക്കർ ദ്രവ്യൻ പറഞ്ഞു കാണുമെന്നാണ് കരുതിയത്. മനഃപൂർവ്വമൊന്നും ഒളിച്ചു വെക്കണമെന്നില്ലായിരുന്നു. എത്ര ചികിത്സിച്ചാലും ഉണങ്ങാത്ത മനസ്സിൻ്റെ മുറിവുകളാണ് ആ ഓർമ്മകൾ.
അത് വീണ്ടും ചികഞ്ഞെടുത്ത് സ്വയം നേറി തീരണ്ടെന്ന് കരുതി. അതുകൊണ്ട് ഞങ്ങളായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇനി അത് പറയേണ്ടത് എൻ്റെ കടമയാണ്. ഇത് ഹരി, ഗൗരിയുടെ മുറച്ചെറുക്കൻ. ഇപ്പോൾ അമേരിക്കയിൽ മ്യൂസിക് ഡയറക്ടർ ആവുകയായിരുന്നു ഹരിയുടെ ഏറ്റവും വലിയ അഭിലാഷം. കോളേജ് ഡേ സെലിബ്രേഷന് ഒരു ഗാനം ചിട്ടപ്പെടുത്തി ഗൗരിയെ കൊണ്ടത് പാടിക്കാൻ ഹരി തീരുമാനിച്ചു. പക്ഷേ ഉയരങ്ങളിൽ എത്തേണ്ട കുട്ടിയാ നീ. കോളേജിന്റെ ഈ 4 ചുവരിനകത്ത് മാത്രം കേട്ടാ പോരാ നിന്റെ ഈ മധുര ശബ്ദം. ലോകം അറിയണം. അതിന് കിട്ടിയ സുവർണാവസരമാണിത്. അറിയാം ഫാദർ. അല്ല ജോ, കോളേജ് അല്ലേ, ലോകത്തുള്ള എല്ലാരും വരുന്നുണ്ടോ? ഈ സാമർത്ഥ്യം സ്റ്റേജിലും കാണണം. അല്ല, എവിടെ നമ്മുടെ മ്യൂസിക് കമ്പോസർ ഹരി? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു അച്ചോ. എന്നാ റിഹേഴ്സൽ നടക്കട്ടെ. ഞാൻ വരാം. ശരി അച്ചോ. അവിടെ റിഹേഴ്സൽ നടക്കാണ്. വെറുതെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. ഇല്ലായേ, സ്തോത്രം. എന്താ ഇത്? ജൂനിയർ ചിത്ര ടീച്ചറുടെ ഫോട്ടോ ഒന്ന് പിടിച്ചതാണേ. എനിക്കത് ഇഷ്ടമല്ല. ഡിലീറ്റ് ചെയ്യാ. ചൂടാവാതെ പെങ്ങളെ, ഇങ്ങനെയൊക്കെയല്ലേ സോഷ്യലിസം വരൂ. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. തോന്നിയാസം കാണിക്കരുത്. അത് കാണിക്കാൻ പോണല്ലേ ഉള്ളൂ. ആദ്യം ഇത് കമ്പ്യൂട്ടറിൽ കയറ്റണം. പിന്നെ നിന്റെ ഉടല് മാറ്റി നല്ല ഫുൾ നേക്കഡ് ആയുള്ള ഫിഗർ ഫിറ്റ് ചെയ്യണം. കുറച്ച് ടൈം താ പെങ്ങളെ. റിലാക്സ് റിലാക്സ്, വെയിറ്റ്. അവസരം തരാൻ നിനക്ക് എല്ലാത്തിനും. സാർ 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 സാറാണോ ആ ഫോട്ടോ പിടിച്ച മാമൻ? അതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പോവോ? മനസ്സിലായില്ലേ? അവളുടെ അമ്മായിയുടെ മോൻ. നീ ആണാണെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണിക്കേ. മോനിപ്പൊ തൊഴി കിട്ടിയിടത്താണോ മോന്റെ ആണത്തം ഇരിക്കുന്നത്? എങ്കേത് പോയി. നിനക്കൊക്കെ പോണോ? വിടുവാ. ഒരു ഫോൺ പോയ ഫിറോസിന് പുല്ല. പക്ഷെ അവരുടെ മുമ്പിൽ വെച്ച് നഷ്ടപ്പെട്ട മാനം. എന്ത് വേണമെന്ന് നീ പറഞ്ഞാ മതി. നമ്മൾ ആരാണെന്ന് അവൻ അറിയണം. നിഴലും വെണ്ണിലവും ഉണരും രാക്കുളിരിൽ അയ്യോ ഹരി. ഒന്നുറക്കെ കരയാൻ ശ്രമിച്ച ഗൗരിക്ക് ആ ശബ്ദം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഒരുപാട് ചികിത്സിച്ചു. എത്ര പണം ചെലവാക്കാൻ ഞാൻ ഒരുക്കമായിരുന്നു. പക്ഷേ ദൈവം കണ്ടു തുറന്നില്ല. ഇനി ഇതേക്കുറിച്ച് ചോദിച്ച് അവളെ വേദനിപ്പിക്കരുത്. അയ്യോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ. നിന്റെ ശബ്ദത്തിന് കട്ടിയില്ലെങ്കിൽ ഇടിക്ക് നല്ല കട്ടിയാണ്. ചേട്ടൻ എന്നോടെങ്കിലും സത്യം പറയായിരുന്നില്ലേ? സത്യമാണ് ഞാൻ പറയുന്നത്. മാധവൻ നായരെ ഞാൻ പരിചയപ്പെട്ട് 1 വർഷമായിട്ടുള്ളൂ. അന്ന് ഗൗരവമാണ്.